ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെസ്നാസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ടിക്ക മസാലയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാലയാണ്. ഇത് നമുക്ക് പത്തിരി, ഇടിയപ്പം, ചപ്പാത്തി, ഗീ റൈസ്, സാദാ ചോറ് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക മസാലയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പോയതാണ്. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ഇത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ്. അത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അത് 1.5 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അത് എരിവനുസരിച്ച് ഓരോരുത്തർക്കും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. നല്ല ജീരകം 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തു. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഗരം മസാലയുടെ പൊടിയും 1/2 ടീസ്പൂൺ ചേർത്തു. പിന്നെ നാരങ്ങ, ഒരു പകുതി നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എല്ലായിടും മസാല യോജിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. പിന്നെ 1/2 അവർ കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഈ ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ടിക്ക മസാല ചെയ്യുന്നത് ബട്ടറിലാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് വരും. ഒരു സൈഡ് കുക്കാവുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് വേണ്ടി വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി മറ്റേ സൈഡും കൂടി ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കഴിയുമ്പോൾ 10 മിനിറ്റ് ആ സൈഡും കൂടി കുക്ക് ചെയ്യണം. ഇപ്പോൾ അത് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ബട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഫുള്ളും മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബട്ടർ ചിക്കൻ അതിൽ ഫ്രൈ ചെയ്തല്ലോ, അതിലേക്ക് 3 ഒനിയൻ ചെറിയ പീസായി കട്ട് ചെയ്തതാണ്. സവാള 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതേ പാനിൽ തന്നെ ചെയ്യുമ്പോൾ ആ പാനിൽ മുളകും മറ്റു മസാലയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ സവാളയിൽ പിടിക്കുകയും ചെയ്യും.
സവാള ഒന്ന് കളറെല്ലാം മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം വേണം, വലുതാണെങ്കിൽ 1 മതിയായിരിക്കും. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച ചുവയെല്ലാം ഒന്ന് മാറിക്കിട്ടണം തക്കാളീൻ്റെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്, അത് ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് കളർ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഗരം മസാലയും കൂടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെയും ആ പച്ചച്ചൊവയെല്ലാം ഒന്ന് മാറിക്കിട്ടണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും ആ ഗരം മസാലയും എല്ലാ മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞ് വന്നിരിക്കുന്ന കണ്ടോ. ഈ സമയത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഈ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ചിക്കനിലേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ചേർത്താലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല, ഇത് കുക്കായിക്കോളും. ഇനി ഇതിലേക്ക് പുതിനയില 1 പിടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് അധികം തന്നെ ചേർക്കുന്നുണ്ട്. പുതിനയില ഒരു ചെറുതായിട്ടേ ചേർത്തിട്ടുള്ളൂ, മല്ലിയിലയാണ് അധികം വേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഇത് ഉലുവേൻ്റെ ലീഫാണ്. ഇത് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കസൂരി മേത്തിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുക്കിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താൽ മതി. ഫ്രഷ് ക്രീം ആയിരിക്കും കൂടുതൽ സ്ഥലങ്ങളിൽ കിട്ടുന്നത്. ഇത് കുക്കിംഗ് ക്രീം ഗൾഫിലൊക്കെയാണ് കിട്ടുന്നത്, വേറെ എല്ലാവിടെ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.